കോൺഗ്രസിന് 12 മന്ത്രിമാരാണ്. പദവി ഉറപ്പിച്ച സണ്ണി ജോസഫും കെ മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും PC വിഷ്ണുനാഥും AP അനിൽകുമാറും അടക്കം രംഗത്തുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സാധ്യതാ പട്ടികയിൽ ആരൊക്കെയായിരിക്കും, എന്തൊക്കെയായിരിക്കും കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? തീർച്ചയായും ആര്യ, മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളെയാണ് ഞാൻ മുഖവുരയായി പറഞ്ഞത്. അത് ഘടകകക്ഷികളെ സംബന്ധിച്ചുള്ള മന്ത്രിമാർ എത്രയാണ് എന്ന സംബന്ധിച്ചൊരു ധാരണ എത്തേണ്ടതുണ്ട്. അത് ലീഗ് ആവശ്യപ്പെടുന്ന 5 മന്ത്രി, PJ ജോസഫ് വിഭാഗം ആവശ്യപ്പെടുന്ന, കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്ന 2 മന്ത്രിസ്ഥാനം, ഒപ്പം തന്നെ ഒറ്റക്കക്ഷികൾ അവർക്ക് നൽകേണ്ട മന്ത്രി പദവികൾ, അത് CMP ഉണ്ട്, RSP ഉണ്ട്. അത്തരത്തിലുള്ള ഘടകകക്ഷികൾ, ഈ മാണി സി കാപ്പൻ, ഒപ്പം തന്നെ രമ അടക്കമുള്ള അവരെ പരിഗണിക്കണമെന്ന നിർദ്ദേശം കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലുണ്ട്. ഇത് സംബന്ധിച്ച വീതം വയ്പ്, ആരൊക്കെയാണ് പദവിയിലേക്ക് വരിക എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. സാധ്യതാ പട്ടികയിൽ പലതരത്തിലുള്ള പേരുകളാണ്. ഒപ്പം ഉറപ്പിച്ച ചില പേരുകളുണ്ട്. അത് ഉറപ്പായും മന്ത്രിസഭയിൽ വരുന്ന ആൾക്കാരുടെ പേരുകൾ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, KP അനിൽകുമാർ എന്നിവർ ഏകദേശം മന്ത്രിസഭയിൽ എത്തുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അടുത്ത് പരിഗണനാ പട്ടികയിലുള്ളതാണ്. പരിഗണനാ പട്ടികയിലുള്ളവരെ വരുമ്പോൾ ആ പേരുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ സാമുദായിക പരിഗണന, ജില്ല തിരിച്ചുള്ള കണക്കുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമായി ചർച്ച ചെയ്യും. അതനുസരിച്ചായിരിക്കും ഈ പരിഗണനാ പട്ടികയിലുള്ളവരെ പലരെയും മന്ത്രിസഭയിലേക്ക് എടുക്കുക. ഷാനിമോൾ ഉസ്മാൻ, ഒപ്പം തന്നെ M വിൻസെന്റ്, N ശക്തൻ, ചാണ്ടി ഉമ്മൻ, ബിന്ദു കൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, അൻവർ സാദത്ത്, M ലിജു, VT ബൽറാം, T സിദ്ദിഖ്, K ജയന്ത്, K പ്രവീൺകുമാർ, അങ്ങനെ പലതരത്തിലുള്ള പേരുകളുണ്ട്. ഇങ്ങനെ ഓരോരുത്തരെയും പരിഗണിക്കുമ്പോൾ ആ ജില്ല തിരിച്ചുള്ള കണക്കുകളും ആ സാമുദായിക പരിഗണനയും ആ കോൺഗ്രസിനുള്ള ആകെയുള്ള 12 മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോൾ അതിൽ ജില്ലകളിൽ നിന്നുള്ള പ്രാതിനിധ്യം വേണം. ആ പ്രധാനപ്പെട്ട നേതാക്കളെ ഒഴിവാക്കാൻ പാടില്ല. ഒപ്പം തന്നെ സാമുദായികമായിട്ടുള്ള സമവാക്യങ്ങൾ കൂടി കോൺഗ്രസിന് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ സ്ഥലത്തും ഇപ്പോൾ ഷാനിമോൾ വനിതാ നേതാവ് എന്ന തരത്തിൽ ബിന്ദു കൃഷ്ണയാണ് പരിഗണിക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ നിന്നുള്ള ഷാനിമോൾ ഉസ്മാന്റെ അവസരം നഷ്ടമാകും. ഒപ്പം തന്നെ M ലിജുവിനാണോ പദവി ലഭിക്കുക, ആലപ്പുഴയിൽ നിന്ന് അടുത്തൊരു പദവി ലഭിക്കാനുള്ള സാധ്യത M ലിജുവിനാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കോഴിക്കോട് സംബന്ധിച്ച് വരുമ്പോൾ പ്രവീൺകുമാറിനാണോ ജയന്തിനാണോ സാധ്യത എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ച്, ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമുദായിക സമവാക്യങ്ങൾ കൂടി നോക്കിയായിരിക്കും ഒരു പരിഗണന ഉണ്ടാവുക. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും വലിയ മുന്നേറ്റമാണ് UDF ഉണ്ടാക്കിയത്. അതിൽ DCC അധ്യക്ഷനായിരുന്നു K പ്രവീൺകുമാർ. അദ്ദേഹത്തെ പരിഗണിക്കണമെന്ന ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നു. മറിച്ച് ഒരു അഭിപ്രായം K ജയന്തിനാണ്. അത് സാമുദായിക പരിഗണന വെച്ച് K ജയന്ത് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ PC വിഷ്ണുനാഥ് കൊല്ലത്ത് നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് ബിന്ദു കൃഷ്ണയ്ക്ക് സാധ്യതയുണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഷാനിമോൾ ഉസ്മാനെ ആലപ്പുഴയിൽ നിന്ന് പരിഗണിക്കുകയാണെങ്കിൽ ബിന്ദു കൃഷ്ണയുടെ വഴി അടയുമോ? ഇങ്ങനത്തുള്ള പലതരത്തിലുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ നിലപാടുകൾ, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ജില്ല തിരിച്ചുള്ള പ്രാതിനിധ്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടായിരിക്കും ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് പോവുക. കാരണം തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ നടത്തേണ്ടത്. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മുഴുവൻ മന്ത്രിമാരും ഒന്നിച്ച് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നതാണ് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ഇപ്പോഴെടുത്തുള്ള നിലപാട്. അതിൽ തർക്കങ്ങൾ തുടരുകയാണെങ്കിൽ ആരൊക്കെയായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന കാര്യം നിർണായകമാണ്. വൈകിട്ടുള്ള UDF യോഗവും ഇക്കാര്യങ്ങളിൽ സംബന്ധിച്ച തീരുമാനങ്ങൾ, പ്രാഥമിക ചർച്ചകൾ നടത്തും. പിന്നീട് ഉഭയകക്ഷി ചർച്ചകളിലേക്ക് പോകും. എത്രയും വേഗം ഇത് പൂർത്തിയാക്കണം. ഞായറാഴ്ചയ്ക്കുള്ളിൽ ഇത് പൂർത്തിയാക്കി സമ്പൂർണ്ണ പട്ടിക ഉണ്ടാകണം എന്ന് തന്നെയാണ് നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ അടക്കമുള്ള നേതാക്കളുടെ നിലപാട്. ആര്യ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു UDF എങ്കിൽ ഇനി അങ്ങോട്ടുള്ളത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കാനാണ് സാധ്യത. കാരണം ഈ തർക്കം ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഈ തടയപ്പെടാനുള്ള സമ്മർദ്ദം നേതാക്കളുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇനിയുള്ള കാര്യങ്ങൾ നിർണായകമാണ്. ഈ മന്ത്രിസഭയിലേക്ക് എത്താനുള്ള സമ്മർദ്ദം എല്ലാ നേതാക്കളും ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ തടയപ്പെടാതിരിക്കാനുള്ള ഒരു സാധ്യത കൂടി മുന്നിലുണ്ട്. അതിനായിട്ടുള്ള ശ്രമവും അവർ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ അർഹതപ്പെട്ടവർ തടയപ്പെടുകയാണെങ്കിൽ അതൊരു പ്രശ്നമാക്കി, പ്രതിസന്ധിയാക്കി മുന്നിട്ടിറങ്ങാനുള്ള സാധ്യതയുമുണ്ട്. അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. പലതരത്തിലുള്ള സാധ്യതകളുണ്ട്. അതായത് പരിഗണിക്കപ്പെടുന്നവർ, തഴയപ്പെടാൻ സാധ്യതയുള്ളവർ, തഴയപ്പെട്ടാൽ അത് ഏത് തരത്തിലുള്ള സമ്മർദ്ദത്തിലൂടെ വീണ്ടും പട്ടികയിൽ കയറിക്കൂടാം, അങ്ങനെയൊക്കെയുള്ള പല സാധ്യതകളാണ് ഓരോ നേതാക്കൾ നോക്കുന്നത്. ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് വരുമെന്ന് ഉറപ്പുള്ളവരുടെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് KPCC അധ്യക്ഷൻ, മുഖ്യമന്ത്രി ഒന്ന് VD സതീശൻ, മറ്റൊന്ന് KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ്, തിരുവനന്തപുരത്ത് തന്നെയുള്ള മുൻ KPCC അധ്യക്ഷനും പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള K മുരളീധരൻ, ഒപ്പം തന്നെ മുൻ മന്ത്രി
ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള എ വിഭാഗത്തിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ എ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട യുവ നേതാവ് എന്ന തരത്തിൽ ഈ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള PC വിഷ്ണുനാഥ്, ഇവരെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസഭയിൽ വരുമെന്ന കാര്യം ഏകദേശം 80% ഉറപ്പാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് സ്പീക്കർ പദവി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ സ്പീക്കർ പദവിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഈ ശക്തന് സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഉറപ്പായും മന്ത്രിപദവിയിൽ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല എങ്കിൽ അദ്ദേഹത്തെ സ്പീക്കറായി പരിഗണിക്കണം. അങ്ങനെയാണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൊടുക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഏകദേശം ഉറപ്പിച്ച 80% മന്ത്രി പദവിയിലേക്ക് എത്തും എന്ന് ഉറപ്പിച്ച ചിലരുണ്ട്. എന്നാൽ സാധ്യതാ പട്ടികയിൽ പറഞ്ഞു കേൾക്കുന്നവരുടെ പേരുകളെ സംബന്ധിച്ചുള്ള പ്രശ്നമെന്ന് പറയുന്നത് ജില്ലകൾ തിരിച്ചുള്ള പ്രാതിനിധ്യം, ഒപ്പം തന്നെ സാമുദായിക സമവാക്യം, ഏത് നേതാക്കളാണ് ഇവർക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നിർണായകമായിരിക്കും. അതുകൂടി ഈ കാര്യങ്ങളിൽ നിർണായകമാണ്. ഇതിനൊപ്പമാണ് UDF-മായി നടത്തുന്ന പലതരത്തിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ, ലീഗുമായി നടത്തുന്ന ചർച്ചകൾ. PJ ജോസഫിന്റെ 2 മന്ത്രി എന്ന കടുപിടുത്തം വന്നാൽ കോൺഗ്രസിന് വീണ്ടും ഒരു മന്ത്രി പദവി നഷ്ടമാവും, കുറയും. അതിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ കോൺഗ്രസ് തത്വത്തിൽ എടുത്തിട്ടുള്ള ധാരണ ലീഗിന് 5 മന്ത്രി എന്ന ആവശ്യം തൽക്കാലം അംഗീകരിക്കാതെ 4-ൽ ഒതുക്കുക. ഒപ്പം തന്നെ PJ ജോസഫിന് 2 എന്ന ആവശ്യം 1-ൽ ഒതുക്കുക. അത്തരത്തിൽ മറ്റ് പ്രധാനപ്പെട്ട ചുമതലകൾ കൂടി നൽകി അവരെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഇന്ന് നടക്കുന്ന ചർച്ച, UDF-ന്റെ നേതൃയോഗം ഏറ്റവും നിർണായകമാണ്. ഒപ്പം തന്നെ ആഭ്യന്തരമായി കോൺഗ്രസും ലീഗും ഘടകകക്ഷികളും അവരവരുടെ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുമ്പോഴുണ്ടാകുന്ന തർക്കങ്ങൾ സ്വാഭാവികമാണ്. ഇത്തരം കാര്യങ്ങളിലേക്കായിരിക്കും ഈ വരുന്ന ഒരു പകലും വരുന്ന ദിവസങ്ങളും ഒക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളായി മാറുക. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞയ്ക്ക് തന്നെ സമ്പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് തന്നെയാണ് നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന്റെ ആഗ്രഹം. കോൺഗ്രസ് ഹൈക്കമാൻഡും കോൺഗ്രസിന്റെ സംസ്ഥാന ലീഡർഷിപ്പും ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് വിവിധ ഭാഗങ്ങളിൽ നേതാക്കൾ തമ്മിൽ നടക്കുന്നത്. ആര്യ. ശരി, മന്ത്രിസഭാ രൂപീകരണത്തിൽ ചർച്ചകൾ ഊർജിതമാക്കിയിരിക്കുകയാണ് കോൺഗ്രസിന് 12 മന്ത്രിമാരാണുള്ളത്. നിലവിൽ ഈ പദവി ഉറപ്പിച്ച സണ്ണി ജോസഫ്, K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ എന്നിവർ രംഗത്തുണ്ട്. അതേപോലെ തന്നെ പരിഗണനാ പട്ടികയിൽ ഷാനിമോൾ ഉസ്മാൻ, N വിൻസെന്റ്, N ശക്തൻ, ചാണ്ടി ഉമ്മൻ, ബിന്ദു കൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, അൻവർ സാദത്ത്, M ലിജു, VT ബൽറാം, T സിദ്ദിഖ്, K ജയന്ത, K പ്രവീൺ കുമാർ തുടങ്ങിയവരുമുണ്ട്. എന്തായാലും ഇന്ന് നടക്കുന്ന UDF നേതൃയോഗം അത് നിർണായകമാണ്. ഇന്നത്തെ യോഗത്തിൽ അറിയാം ആരൊക്കെയായിരിക്കും മന്ത്രിസഭയിലേക്ക് എത്തുക എന്നത്. എന്തായാലും തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. നിർഭനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.